സിറ്റിയിലെ ഏറ്റവും വലിയ മോളിനെ ഹൈജാക്ക് ചെയ്തിരിക്കുക. ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. സർ 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 എന്താടോ പറയാമെന്ന കാര്യം പറ. സാറിന് വേണ്ടി വെയിറ്റിംഗ്. എല്ലാവരും സാറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നിക്കേ, മാളവന്മാരെ ഹൈജാക്ക് ചെയ്തില്ലേ? ഇപ്പം ഞാൻ സിഗരറ്റ് വിളിക്കണ 30 സെക്കൻഡ് കൊണ്ട് എല്ലാം മാറ്റിമറിക്കാൻ പറ്റുമോ? വെയിറ്റ് ചെയ്യട്ടെ, ഒരു കുഴപ്പമില്ല. എന്നാ ഇതുപോലത്തെ 3 പാക്കറ്റ് സിഗരറ്റ് ഓടിച്ചോളൂ. കാശുണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. ഡോ, സിഗരറ്റ് അവിടെയാണ് വെക്കുന്നത്. അല്ല സർ, ഇങ്ങോട്ട് പോയേ. സോറി സർ. അതെ സർ, താൻ മലക്കുവാൻ മാറിയിട്ടിരിക്കുക. അതെ സർ. ഒന്ന് പോണം സാർ, പോയി വാങ്ങിയിട്ട് വരണം സാർ. ഇതിനേക്കാളും പഴയ ബിൽഡിംഗ് ഒന്നും കിട്ടിയില്ലേ? ഒന്ന് ചുമച്ച ഇടിഞ്ഞു വീഴും തോന്നുന്നു. അല്ല, എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞായിരുന്നു. ഓഹോ, തന്നോടും പറഞ്ഞിരുന്നോ? ശരി, എന്തൊക്കെ ഉണ്ടാക്കി? അല്ല സാർ, അത് പിന്നെ അകത്ത് എത്ര പേരുണ്ട് സാർ? അത് പിന്നെ ഒരു 10-200 സിവിലിയൻസ് കാണും. 20 to 30 ടെററിസ്റ്റുകളും ഉണ്ടാകും. സർ പരമേഷ്, എനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് വേണം. എപ്പോഴത്തേം പോലെ അറ്റാക്ക് യൂണിറ്റിനോട് പ്രൊസീഡ് ആവാൻ പറഞ്ഞേക്ക്. അകത്ത് എത്ര സിവിലിയൻസ് ഉണ്ട്, അവരുടെ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് എനിക്ക് വേണം. അതേപോലെ അകത്തെത്ര ടെററിസ്റ്റ് ഉണ്ടോ അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. അതുമാത്രമല്ല, അവരുടെ കയ്യിൽ എന്തൊക്കെ ആംസ് ഉണ്ട്, ഏത് വഴിയാണ് വന്നത്, എന്തൊക്കെ ടെക്നോളജീസ് ഉണ്ട്, എല്ലാ ലീജൻ ക്ലൂസ് ഉടൻ തന്നെ എൻ്റെ ടേബിളിൽ. മിനിസ്റ്റർ വന്നിട്ടുണ്ടോ? മിനിസ്റ്റർ വന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാ? അയാളെ 2 കാലെടുത്ത് എൻ്റെ തലയിൽ വെക്കണം. ഒന്ന് പോകുന്നുണ്ടോ? അവിടെ എങ്ങനെ ഇരിക്കാൻ പറ. വേണമെങ്കിൽ ഒരു കട്ടൻ ചായ വാങ്ങിക്കൊടുക്ക്, കുടിക്കട്ടെ. പരമേഷ്, അകത്തുനിന്ന് എന്തെങ്കിലും സിഗ്നൽ വരുന്നുണ്ടോ? അതിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ? സാർ, അതാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എടാ കിളി, നമ്മൾ ബൈക്ക് കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിരുന്നില്ലേ? അതിൻ്റെ ടോക്കൺ നിൻ്റെ കയ്യിലാണുള്ളത്. തന്നാ താനങ്ങ് പോവല്ലേ? പുറത്തുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അതിനെക്കുറിച്ചൊന്നും ഓർക്കാതെ നമ്മളെക്കുറിച്ച് മാത്രം ഓർക്കണം. അവരെ രക്ഷിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും മിലിറ്ററിയുടെയും ജോലിയാണ്, അല്ലാതെ നമ്മുടെ ജോലിയല്ല. ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാമെന്ന് മാത്രമേ നമ്മളിപ്പോൾ ചിന്തിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? വീർ പറഞ്ഞതാണ് ശരി. ഇപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നു അത് മാത്രം ആലോചിച്ചാൽ മതി. അത് വിട്ടിട്ട് ദസ് ബുസ് കുസ് ഇങ്ങനെ യാതൊരു ശബ്ദവും വരാൻ പാടില്ല. ശബ്ദിക്കരുത്. എന്നോട് ശബ്ദിക്കാൻ പാടില്ല. ഞാൻ തോന്നുന്ന പോലെ നിലവിളിക്കും. അതൊക്കെ പറയാൻ അവനാരാ? എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. നിലവിളിക്കണം തോന്നുന്നു നിലവിളിക്കും. ഒച്ചത്തിൽ നിലവിളിക്കും. വിളിക്കട്ടെ വിളിക്കട്ടെ വിളിക്കട്ടെ. നിന്നെ പോലത്തെ ഒരു കുതിരയെ കണ്ടിട്ടേ ഇല്ലടാ. നീ ഇതുപോലത്തെ ഉളുപ്പ കാമടി കാണിച്ച നാ കിടന്ന് പൊട്ടിച്ചിരിക്കും. അത് കേട്ടിട്ട് ടെററിസ്റ്റ് അകത്ത് വന്ന് ഡമാൾ ഡുമിൽ എന്റെ തല പൊട്ടിക്കും. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, താൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിക്കുന്ന സെൽഫിഷായി അവനെ അവൾക്ക് ഇഷ്ടം. ഇവിടുത്തെ ടെററിസ്റ്റുകളെല്ലാം കൊന്നിട്ട് അവൾ ഇവിടെ പുറത്ത് രക്ഷപ്പെടുത്തിക്കൊണ്ട് ശ്രമിക്കുന്നത് എന്നെ അവൾക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ട് ഇഷ്ടമല്ലാതെ? ആരോ വരണം തോന്നുന്നു. എവിടെ എൻ്റെ അമ്മ? ഇവനൊക്കെ എവിടെ നിന്നാ കെട്ടിയെടുത്തോണ്ട് വന്നത്? എടാ മുൻസാമി, സുരക്ഷ കൊടുക്കേണ്ടിയ നീ സുരക്ഷിതമായിരിക്കുന്നില്ലേ? അടിപൊളി. ടെററിസ്റ്റിൻ്റെ അടുത്തിരുന്ന് ഞങ്ങൾ ഒളിച്ചിരിക്കുമ്പോൾ നീ ഞങ്ങളെ അടുത്ത് ഒളിച്ചിരിക്കുന്നത് അതിനേക്കാളും അടിപൊളിയാ. അങ്ങനെ സുഖിച്ചിരുന്നോ? ഒക്കെ സമയം. ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി. സാർ നിങ്ങളോ? സാർ എപ്പോഴാണ് വന്നത്? ഗോപാൽ, സാറ് വന്ന കാര്യം എന്നോട് പറയാതെ എന്തിനാ വെയിറ്റ് ചെയ്യിപ്പിച്ചേ? സാർ എത്ര വലിയ ആളാണെന്നറിയില്ലേ? ഒരുപാട് പൊക്കല്ലേ? ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? സാറിന് അറിയാത്ത കാര്യമാണോ? ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് സാർ. ഹൈജാക്ക് ചെയ്തൊക്കെ എനിക്കറിയാം. അത് തടയാനായിട്ട് താനെന്താ ചെയ്തേ? സാർ, സാറിന്റെ മോളും ഭാര്യ അകത്തുണ്ട്. അതുകൊണ്ടല്ലേ സാർ ഇത്ര പാനിക്കാവുന്നത്? ഒരിക്കലും ഇല്ല. എന്റെ മോളെ കുറിച്ചും ഭാര്യയെ കുറിച്ചും താൻ പറയണ്ട. കുടുങ്ങി കിടക്കുന്ന എല്ലാവരും എന്റെ മോളാണ്, എന്റെ ഭാര്യയാണ്. എല്ലാവരും എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി എന്റെ ജീവൻ തരാനും ഞാൻ തയ്യാറാണ്. വേണമെങ്കിൽ എടുത്തോ. ഓക്കെ സാർ, ആവശ്യം വരുമ്പോൾ അറിയിക്കാം. സർ, there's a person online, sir. Hello. I am Altaf Hussain, talking behalf of Indian government. Whatever you want to please tell me. Altaf Hussain, salam alaikum. Walaikum assalam. നിനക്ക് എന്താ വേണ്ടേ? എനിക്കെന്ത് വേണ്ടേ? ഒമാർ ഫാറൂഖ്. ഉമർ ഫാറൂഖോ?
എൻ്റെ അറിവിൽ ആ മാളിനകത്ത് ഒരു 100 അല്ലെങ്കിൽ 150 പേരുണ്ടാവും. ഇതുപോലൊരു ചെറിയ ഹൈജാക്ക് ചെയ്തിട്ട് അത്രയും വലിയൊരു ഭീകരനായ ടെററിസ്റ്റിനെ ചോദിച്ചാൽ എങ്ങനെ തരാനാ? ഇതിന് പകരം നീ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഹൈജാക്ക് ചെയ്ത് അകത്തൊരു 15,000 പേരെ പിടിച്ചു വെച്ചിരുന്നെങ്കിൽ നീ ചോദിച്ചൊരു പക്ഷെ നടക്കുമായിരുന്നു. നിങ്ങളെ ലീഡർക്ക് ഞങ്ങൾ കൽപ്പിച്ച വില പോലും നിങ്ങൾ കൽപ്പിക്കാത്തത് കാണുമ്പോൾ വിഷമം തോന്നുക. എനിവേ, ഡിസിഷൻ എൻ്റെ അല്ല, ഞാൻ വെറൊരു ടൂൾ മാത്രം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറയാം. ഒരു 15 മിനിറ്റ് സമയം വേണം. എന്താ സാർ ഇത്? ഉമർ ഫാറൂഖിനെ വിട്ടുകൊടുക്കണമെന്നാ? ഉമർ ഫറൂഖിനെയോ? അതെങ്ങനെ കൊടുക്കാൻ പറ്റും? കൊടുക്കാൻ പറ്റില്ല. പക്ഷെ കൊടുത്തില്ലെങ്കിൽ അവന്മാർ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. സാർ, കൺട്രോൾ റൂമിലേക്ക് കോൾ ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് സാർ. അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമോ? യെസ് സാർ. Hello, Mr. Madhav Singh. There are jammers inside the mall, and I need to connect to one particular person. So kindly support me with your technical team. Yes, I will definitely extend my support on this, Mr. Singh. സാമൂഹ്യ സദ്യക്ക് ഇരുത്തും പോലെ ഞങ്ങൾ ഇരുത്തിയിട്ട് ഇവന്മാരെന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ? ഞാനൊരു സിനിമ കാണാൻ വെച്ച് വന്നപ്പോ എന്താ ഇവന്മാരെ ആളെ കളിയാക്ക? താ എന്താ കാണിക്കണേ? തവള കളിക്ക? ഡൊമിനിക്കേ, നീയൊന്നും അവിടെ മിണ്ടായിരിക്കുന്നുണ്ടോ? ഓ, പേര് വെച്ച് വിളിക്കണല്ലോ ആളായിപ്പോയി. കൂട്ടിൽ കയറാ, പുറത്ത് വാട. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. സിഗ്നലേ മൊത്തത്തിൽ കട്ടായിരിക്കുക. ഓ, ആ ഗെയിമാണല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ, പ്രസിഡന്റ് അല്ലേ? പ്രൈം മിനിസ്റ്ററിന് ഒന്ന് ഫോൺ കൊടുക്കൂ. രാമ, കൊഞ്ഞ നേരം കാമ. ആദ്യം അവനോട് കാമായിട്ടിരിക്കാൻ പറ, പിന്നീട് ഞാൻ കാമാവുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഹലോ, മറ്റു ചേച്ചിയല്ലേ? അടുത്ത പരസ്യം. ഹലോ, വീര എന്ന വീരരാഘവൻ. എന്താ സുഖാണോ? ഇന്ത്യൻ ജെയിംസ് ബോണ്ട്. ടെററിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഒരു മാളിനകത്തിരുന്നാലും തൊട്ടടുത്ത് ഗേൾ ഫ്രണ്ടായിട്ടൊരു ഡാർക്ക് റൂമിൽ വല്ലാത്തൊരു സുഖത്തില്. ഇതാണ് ഈ അവസ്ഥയിൽ ഇത്ര ധൈര്യമായിട്ട് സംസാരിക്കുന്നില്ലേ? താനൊരു സംഭവം തന്നെയാണോ? വല്ലാതെ അങ്ങ് പതപ്പിക്കാതെ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയും. താൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ ഈ പറയുന്നത്? ഇങ്ങനെ പെട്ടെന്നൊന്നും തീരുമാനിക്കല്ലേ. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പണ്ടേ കട്ടായത്. കാരണം എനിക്കൊപ്പം നിൽക്കുന്ന പോലെ നിന്നിട്ട് അവസാനം മാറി നിന്നിട്ടിന്റെ പണിയായിരുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ കൂടെ നിന്നിട്ട് പുറകെ നിന്ന് പണിയായിരുന്ന ചില ഗ്രൂപ്പില്ലേ, അവരായിട്ട് ഇനി മുതൽ എനിക്ക് യാതൊരു കച്ചവടമില്ല. അതുകൊണ്ട് സാറ് ഫോൺ വെച്ചേക്ക്. ഈ ഹൈജാക്ക് അവർ എന്തിനു വേണ്ടിയാ ചെയ്തതെന്നറിയോ? നീ ആരെ പിടിക്കാൻ പോയപ്പോ ആക്സിഡന്റിൽ ഒരു കുഞ്ഞു മരിച്ച് അത് കാരണം നിന്റെ മാനസിക നില തെറ്റിയോ? ആ ഉമർ ഫാറൂഖിന് വേണ്ടിയാ. ദേ വാണ്ട് ഉമർ ഫാറൂഖ് ബാക്ക്. ഇനി നീ തീരുമാനിക്കേ. സാർ എന്താ ചോദിച്ചേ? താൻ ആരോടായി സംസാരിച്ചോണ്ടെങ്കിൽ അറിയാൻ വേണ്ടി ചോദിച്ചതാ. നല്ല പരിചയമുള്ള ആള് തന്നെയാ. സാറ് പോയിരിക്കും. സാറിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴേ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുക. എന്ത് പറ്റി? ഒന്നുമില്ല, ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്നോട് ചെയ്യാൻ പറയാ. എന്താ തമാശയാ? ഈ സമയത്ത് തമാശയാ? ഈസ്റ്റ് കോസ്റ്റ് മാൾ ഹൈജാക്ക് ചെയ്ത് കൈവശമാക്കിയ തീവ്രവാദികൾ തീഹാർ ജയിലിലുള്ള തങ്ങളുടെ നേതാവായ ഒമർ ഫറൂഖിനെ സ്വതന്ത്രനാക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്ര പേർക്ക് വേണ്ടി മാത്രം ഉമർ ഫാറൂഖിനെ എങ്ങനെ റിലീസ് ചെയ്യാൻ കഴിയുമെന്ന് അവരിപ്പോൾ ചോദിക്കുന്നത്. ഐ തിങ്ക് ദേ നീഡ് സം മോർ ടൈം. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇതൊന്നും കണ്ട് അവർ പേടിക്കാൻ പോകുന്നില്ല. ഇതിപ്പോഴത്തെ സമയത്ത് ഹൈജാക്ക് കണ്ട് ഭയപ്പെടാത്തതുപോലെ അഭിനയിക്കുന്നത് വലിയ കാര്യമാണ്. ഇതിൽ നീ എന്നെ ഭയപ്പെടുത്തും പോലെ സംസാരിക്കുന്നില്ലേ? ഐ ആം ഇംപ്രസ്ഡ്. पर तुम इस बात को भूल गए. അടുത്ത 2 മാസത്തിലെ ഇലക്ഷന്. അതിനു മുൻപ് 250 innocent peoples ഇവിടെ മരിച്ച. ഇലക്ഷൻ റിസൾട്ട്സ് അപ്സൈഡ് ഡൗൺ മാറുമെന്ന് तुझे पता है ना? मे बी നിനക്ക് തോന്നാതിരിക്കാം. But your prime minister, I don't think he'll be okay with it. So I order you to talk to your prime minister now and get back to me in 15 minutes. ഇല്ലെങ്കിൽ even I don't know what I'll do next. അവനെന്ത് പറയാൻ പാടില്ലെന്ന് ഞാൻ കരുതിയോ അത് കൃത്യമായിട്ട് തന്നെ അവൻ പറഞ്ഞു.
ഒരു ഇലക്ഷനും വെച്ചുകൊണ്ട് അവന്മാർ കൊല്ലാക്കൊല ചെയ്യുക. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടൂടെ താൻ എങ്ങോട്ടായി കെട്ടിയെടുക്കുന്നത്? മൂത്രമൊഴിക്കാൻ പോകണം സാർ. ഈ സമയത്ത് തന്നെ തനിക്ക് മൂത്രമൊഴിക്കണം. സമയം കാലമൊക്കെ നോക്കാൻ പറ്റും സാർ. വന്നാ പോയല്ലേ പറ്റും. എന്ത് ചോദിച്ചാലും തർക്കം. ഒന്നുകിൽ അകത്ത് പോയി എല്ലാരെയും ഞാൻ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരും. അത് നടന്നില്ലെങ്കിൽ ഇവിടെ എന്റെ ജീവൻ പോകും. എന്നെ ഓർത്ത് ആരും വിഷമിക്കരുത്. വന്ദേ മാതരം. The situation is out of control. अब हम क्या करने वाले हैं? Connect me to Madhav Singh now. ISS തീവ്രവാദികളുടെ ആവശ്യം അംഗീകരിച്ച് അവരുടെ നേതാവായ ഉമർ ഫറൂഖിനെ മോചിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതായാണ് അല്പം മുമ്പ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. എല്ലാവരും നല്ലതായിട്ട് കേട്ടോ. ഞങ്ങൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് യാരായിരുന്നു ഒരു ചെറിയ കാര്യം ചെയ്യണം വിചാരിച്ചാ യഹി ഹോഗ. നിങ്ങൾക്ക് ഒരു കാര്യം പറയാ, इसके बाद तुम्हारी मिलिट्री या तुम्हारी गवर्नमेंट तुम्हें नहीं बचा सकती है. നിങ്ങളുടെ ജീവൻ ഇപ്പോ ഞങ്ങളുടെ കയ്യില. ഹിമാലയന്റെ ഫുൾ കൺട്രോൾ अब हमारे पास है. अगर അമ്മേ കണ്ണാടി ഇങ്ങ് തന്നെ. കണ്ണാടി ഇങ്ങ് തരാനാ പറഞ്ഞേ. तुम्हारे लिए लॉस्ट वार्निंग है. ഇനി ഇവിടെ നിന്ന് പോകുന്ന അവസാന ജീവൻ ഇവന്റേതാ ഇരിക്കണമെന്ന് പ്രേ ചെയ്തു. എന്റെ അമ്മോ, നിനക്കിട്ടൊരു പണി വരുന്നുണ്ട്. എനിക്കിട്ടായിരിക്കില്ല. നീ ആരെയാ നോക്കിയത്? ബോൾ. അരെ ബോൾ ना. റെഡ് ബോക്സ്. रेड बॉक्स? उसे क्यों तुमने देखा? तुम्हारा क्या कनेक्शन है? रेड बॉक्स ना लेंदा? അതെന്തെന്ന് എനിക്കറിയില്ല. എടാ അജി, റെഡ് ബോക്സ് എന്താന്ന് അറിയില്ലേ നിനക്ക്? റെഡ് കളറിൽ ഉണ്ടാവില്ലേ? നിനക്കറിയാമോ? ഞാൻ എങ്ങനെ അറിയാനാ? ഇവനല്ലേ ഒറ്റയ്ക്ക് റൂം കൊണ്ടുപോയി പറഞ്ഞു കൊടുത്ത്. അപ്പൊ റെഡ് ബോക്സ് ഇവിടെ നിനക്ക് അറിയാല്ലേ? बता रेड बॉक्स कहाँ है? बताने को बोला ना? बताया नहीं. रेड बॉक्स कहाँ है बताओ. मैं तुमसे पूछ रहा हूँ रेड बॉक्स कहाँ है? बताओ या नहीं? तुम्हें मेरी बात समझ में नहीं आ रही है? मैं तुम्हें छोड़ूंगा नहीं. मुझे बताओ रेड बॉक्स कहाँ है? मुझे रेड बॉक्स चाहिए. സർ വേണ്ട സർ, വിട് സർ. എത്ര വേദനിച്ചാലും ഒരക്ഷരം മിണ്ടരുത്. മനസ്സിലായി സർ. ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ കിലുക്കോ എന്നൊരു പടത്തിലുണ്ട്. ജഗതി പെടുന്ന ഒരു സീന. മുझे नहीं मालूम. ആ അവസ്ഥ ഇപ്പൊ എന്റേത്. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. കിലുക്കം പടം ഇവൻ കണ്ടിട്ടുണ്ടാവോ? बता रेड बॉक्स कहाँ है? बता. ബോക്സ് എവിടെയുള്ളതെന്ന് അവനോട് പറയരുത്. ഒരു മിനിറ്റ് പ്ലീസ് വെയിറ്റ്. ആഹാ, എനിക്കിട്ട് താങ്ങുകയാണല്ലേ. ഞാനിപ്പോൾ ശരിയാക്കി തരാം സർ.
ആ റെഡ് കളർ ബോക്സ് ഞാൻ എന്താ അവളുടെ അടുത്താ കൊടുത്തത്. അത് ഞാൻ അപ്പോഴേ നിനക്ക് തിരിച്ചു തന്നതാ. നല്ല ടൈമിങ്. അവൾ തന്നോട് പറഞ്ഞില്ല എവിടെ? ഞാൻ പറഞ്ഞത് കള്ളം, അവൾ പറഞ്ഞത് സത്യം. अबे बता रेड बॉक्स का बता। ഓ ഗോഡ്, बता रेड बॉक्स कहाँ है? बता। അവസാനത്തെ അണപ്പല്ലും ടിൻറ്റുമോനെ, നീ എന്താ ടിൻറ്റുമോനെ കാണിക്കുന്നേ? അവൻ എന്തൊക്കെയോ പറഞ്ഞ് നിന്നെ കൺഫ്യൂസ് ആക്കിക്കൊണ്ടിരിക്കുക. ഈ വൃത്തികെട്ട മോന്ത കണ്ട കോട് വരുന്ന മോന്ത പോലെ ഉണ്ടോ? കോഴി പിടിയന്മാരുടെ മോന്ത പോലെ ഉണ്ട് ടിൻറ്റുമോനെ. നീ ഒന്ന് നോക്കണം. വാങ്ങും. ഇവന്റെ അടുത്തൊരു കാര്യം കൊടുത്താൽ ചെയ്യാൻ പറ്റുമോ? നീ അവനോട് തന്നെ ചോദിക്ക് ടിൻറ്റു. രാം, ഇനി നീ ഒരു അക്ഷരം മിണ്ടരുത്. പൊന്നു, എന്താ പൊന്നു? ഇവന് വേണ്ടി നീ എന്തിനാ റിസ്ക് എടുക്കുന്നത്? എന്നാ നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ മരിക്കും. ആ റെഡ് ബോക്സ് ഉള്ളത് നിന്റെ അടുത്തല്ലേ? കൊടുത്തേക്ക്. അയ്യോ പൊന്നു, നീ എന്തൊക്കെയാ പറയുന്നേ? എന്റെ അടുത്ത് എവിടെ റെഡ് ബോക്സ്? നീ തല്ലുകൊള്ളുന്നത് കാണാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. അതിന് ഇതുവരെ അവൻ എന്നെ തല്ലില്ലല്ലോ. रेड बॉक्स നിന്റെ അടുത്തുണ്ടോ? बोल। കണ്ണാടി പൊട്ടിയ കണ്ണു കാണാൻ പറ്റില്ല. അത് നീ ആദ്യം മനസ്സിലാക്കണം പൊന്നു. രാം, അത് കൊടുത്തേക്ക്, കൊടുത്തേക്ക്, കൊടുത്തേക്ക്. നീ എനിക്ക് വേണം. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്റെ മനസ്സ് നിറയെ പ്രേമം വളർത്തിയിട്ട് പെട്ടെന്ന് ഇപ്പൊ മരിക്കുമെന്ന് പറഞ്ഞാ എങ്ങനെയാ? നിന്നെ പിരിഞ്ഞ് എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? സത്യമായിട്ട് ഞാൻ പറയാ, എന്റെ കയ്യിൽ അതില്ല പൊന്നു. നിന്റെ സീതയില്ലടാ അവളെ. അവളെ എന്തിനാ വിഷമിപ്പിക്കുന്നേ? അവന് ഒരു 8ന്റെ പണി കൊടുക്കണെങ്കിൽ ആ റെഡ് ബോക്സിനെ തൂക്കി ഇവരെടുത്ത് കൊടു. താൻ ആരുവാ പൊന്നു? എന്താ ഇവിടെ സംഭവിക്കുന്നേ? ഈ റെഡ് ബോക്സിനൊക്കെ ഞാനിപ്പോ എവിടെ പോവാനാ? പൊന്നു ടിൻഡു, എന്റെ കയ്യിൽ ആ ബോക്സ് ഇല്ല. എനിക്ക് നിന്നെ കണ്ട പാവം തോന്നുക. ഇവരെല്ലാവരും കൂടെ നിന്നെ പറ്റിച്ചോണ്ടിരിക്കുക. ഇവരൊക്കെ പറയുന്ന സത്യം തന്നെയാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. പക്ഷെ നീ വിചാരിക്കുന്ന പോലെയല്ല. സ്റ്റോപ്പ് ഇറ്റ് രാം. വാ തുറന്ന പക്ഷെ കള്ളേ പറയൂ. എന്നാലേ ഇതിനുള്ള മറുപടി പറയേ. അയ്യോ എൻ്റെ അമ്മേ, ഇതിനെക്കാട്ടിലും വലിയ എവിഡൻസിന്റെ ആവശ്യം ഇല്ലല്ലോ. ലവ്. ഐ നോ. പൊന്നു ടിൻഡു, എന്റെ ലവനെ വിശ്വസിയാ അവര്. रेड बॉक्स किधर है बता। മന്ദബുദ്ധിയെ നിന്നെ ഏ തെണ്ടി അടക്കിനെ ടെററിസ്റ്റ് ആക്കിയത്. ഇനി തന്നെ നിന്റെ അമ്മയ്ക്കാ വിളിക്കും. രാം, പ്രീതി, ദിസ് ഈസ് സച്ച് എ ബിഹേവിയർ, ബട്ട് ഇറ്റ്സ് ഓക്കെ. ദിനേശ, ആ 2 ബോക്സും കൊടുത്തേക്കടാ. 2 ബോക്സ് എന്ന് പറഞ്ഞതിന് തെറ്റാ. ഇതിൽ ദിനേശ് ആരാ? അതും തെറ്റാണോ? വേണ്ടായിരുന്നു. अब सीधी तरह से बताओगे नहीं? रेड बॉक्स कहाँ है? रेड बॉक्स कहाँ छुपा के रखा है? നിന്നോട് എത്ര തവണ പറഞ്ഞതാ നിന്റെ ശ്രദ്ധ തിരിച്ച് അവന്റെ പ്ലാൻ ചെയ്യണമെന്ന്? എന്നിട്ട് എന്തായി? അങ്ങോട്ട് നോക്ക്. ആര്യയുടെ കണ്ണടി വെച്ച് അവൻ കയറ് മുറിച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് പോടാ. നീ എന്താണ് അവിടെ നിന്ന് കുളിച്ച് നോക്കും പോലെ നോക്കുന്നേ? ഓ, ഈ മന്ദബുദ്ധികളെയൊക്കെ ടെററിസ്റ്റ് ആക്കി അയക്കുന്ന നാടിനെ സമ്മതിക്കണം. കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കമ്പക്കെട്ടായിരിക്കും.
കൊല്ലടാ അവനെ. അവനെ കൊല്ലാൻ പറഞ്ഞ പെന്നെ കൊല്ലാൻ നോക്ക്. ഫൂൾസ്. സോറി. വരില്ല. കമ്മിങ്. വാട്ട് ഡു യു വാണ്ട് സർ? ഞാനിതിൽ എന്ത് പറയുന്നോ അത് നീ ഇവിടെയുള്ള എല്ലാവരോടും അതുപോലെ പറയണം. പറയില്ലേ? അതോ നീ ഇവിടെ കിടന്ന് മരിക്കുന്നു? എൻ്റെ മരണം കാണാതെ അടങ്ങൂലല്ലേ? എന്നാ പിടിക്കേ. നീ പറയുന്ന കാര്യം ഒരു കാരണവശാലും ടെററിസ്റ്റുകൾ അറിയാൻ പാടില്ല. മനസ്സിലായോ? എത്ര വലിയ പ്ലാൻ, എത്ര നല്ല പ്ലാൻ, എത്ര വർഷം മെനക്കെട്ടതാ. ഇവൻ ഒറ്റ ഒരുത്തിനകത്ത് കയറി മൊത്തത്തിൽ എല്ലാം നശിപ്പിച്ചു. നല്ല വൃത്തിയായിട്ട് പ്ലാൻ ഇട്ടതാ, ക്ലീൻ ആയിട്ട് എല്ലാം കുളവാക്കി. വിട്ടത്തില്ല ഞാനവനെ. Leave him. The mall must stay in our control for 30 more minutes. Bring all the hostages to the atrium immediately. Over. എന്തോന്ന് രക്ഷപ്പെട്ടെന്നോ? വീണ്ടും ആദ്യം പോലെ എല്ലാം പിന്നെ തുടങ്ങാല്ലേ? എടാ, കൈ കിട്ടിയവനെ വരെ കെട്ടി വെക്കാൻ അറിയത്തില്ല. ഇവിടെ നമ്മളെന്താ കള്ളന് പോലീസ് കളിക്കുക? ഈ പ്ലാനിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ പൊന്നു മോനെ ഒറ്റ ഒരുത്തൻ ഇവിടുന്ന് ഇവനോട് പോകത്തില്ല. फारूक को हमारे कंट्रोल में आने से पहले अगर एक भी मुश्किल आए तो यू हैव टू किल एवरीबॉडी. नो मर्सी. ഈ പോക്ക് പോകുകയാണെങ്കിൽ യുവന്മാരെല്ലാം കൂടെ എന്നെ ജയിലിൽ കയറ്റി കൊണ്ട് തീറ്റിക്കും. അധികം താമസിക്കാതെ ഞാൻ തിഹാർ ജയിലിൽ കിടക്കുന്നത് ഞാൻ തന്നെ ടി വി കാണേണ്ടി വരും. ഇതൊക്കെ കൊട്ടിഘോഷിക്കാൻ വേണ്ടി സന്ധ്യയാകുമ്പോൾ 4 തെണ്ടികൾ ചാനലിന്റെ മുമ്പിൽ വന്നിരിക്കും. ഹലോ അൽതാഫ്. രക്ഷപ്പെട്ടാ? പിന്നെ നീ എന്താടാ പ്രതീക്ഷിച്ചേ? അല്ലല്ല, ചോദിച്ചെന്നുള്ളൂ. ദേഷ്യപ്പെടല്ലേ? ഐ ഹാവ് പ്ലാൻ ടു എക്സിക്യൂട്ട്. കീപ് യുവർ റെസ്ക്യൂ ടീം അലേർട്ട്. ഞാൻ ഇനിയും വിളിക്കാം. റെസ്ക്യൂ ടീമിനോട് അലേർട്ട് ആയിരിക്കാൻ പറ. ഓക്കെ സർ. സർ, ഒന്ന് പെട്ടെന്ന് അവിടെ. റെസ്ക്യൂ ടീമിനോട് എത്രയും പെട്ടെന്ന് അലേർട്ട് ആയിരിക്കാൻ പറയും. വേഗം വേണം. പറഞ്ഞ പോലെയൊക്കെ ചെയ്യൂലോ അല്ലേ? ഇല്ലെങ്കിൽ മരിക്കാൻ റെഡി ആയിക്കോ. ഓൾ ദി ബെസ്റ്റ്. ശബ്ദം കേൾക്കും. അത് കേട്ട ഉടനെ തിരിഞ്ഞു നോക്കാതെ ഇവിടെ നിന്ന് എല്ലാവരോടും പുറത്തേക്ക് ഓടാൻ പറയണം. ഇത് ടെററിസ്റ്റുകൾ അറിയാതെ നീ എല്ലാവരോടും പറയണം. ഓക്കെ? ആ ശബ്ദം എപ്പോൾ കേൾക്കും? നീ ചാവുന്നതിന് മുമ്പ് കേൾക്കും. ജോണേ, എന്താ? ഇപ്പൊ പഠോന്നൊരു ശബ്ദം കേൾക്കും. പുറകോട്ട് തിരിഞ്ഞ് നോക്കാതെ മുന്നോട്ട് ഓടണം. ഇക്കാര്യം നമ്മൾ രണ്ടുപേരും കൂടി ടെററിസ്റ്റുകൾ അറിയാതെ ഇവിടെയുള്ള എല്ലാവരോടും പറയണമെന്ന്. നിന്നോടല്ലേ പറഞ്ഞ്? നീ തന്നെ പറഞ്ഞോ?
ഞാനെന്താടാ എൻ്റെ കല്യാണക്കാരിയാണോ പറയുന്നത് ഒറ്റയ്ക്ക് അനൗൺസ് ചെയ്യാനായിട്ട് ബ്ലഡി ഫൂൾ